ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു അവൻ്റെ അടിമകളെന്ന് വിശേഷിപ്പിക്കുന്നവർ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സവിശേഷമായ ഗുണങ്ങളാണ് ഇബാദുർ റഹ്മാൻ എന്ന അവസാനത്തെ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, മിതമായി ചെലവഴിക്കുന്ന, അമിതവ്യയമില്ലാത്ത, പിശുക്കില്ലാത്ത സ്വഭാവക്കാരാണ് എന്ന ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. പിശുക്ക് കാണിക്കരുത്, അർഹമായ രൂപത്തിൽ പണം ചിലവഴിക്കണം എന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആയത്തിൻ്റെ മറ്റൊരു തലം ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല. രണ്ട് രൂപത്തിൽ ഇതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിനും സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കപ്പെടാൻ പാടില്ല. വിവാഹത്തിനായാലും സ്വന്തം കാര്യങ്ങൾക്കായാലും കുടുംബത്തിന് ചിലവഴിക്കുന്നതായാലും ഏത് വിഷയത്തിലും അർഹിക്കുന്ന രൂപത്തിൽ മാത്രം ചെലവഴിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തബ്ദീർ അതുപോലെ തന്നെ ഇസ്റാഫ്, ഈ രണ്ടർത്ഥത്തിലാണ് അമിതവ്യയത്തെ അമിതമായി ചെലവഴിക്കുന്നതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തബ്ദീർ എന്നത് ഒരു നിലക്കും പാടില്ലാത്തതാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. വല തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ അമിതമായി ചെലവഴിക്കാൻ പാടില്ല എന്നാണ്. അമിതവ്യയം കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദുർവ്യയം കാണിക്കാൻ പാടില്ല. എന്താണ് ദുർവ്യയം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഇൻഫാഖു ഫി ഗൈരി ഹക്കിൻ, അർഹത ശരിയല്ലാത്ത രൂപത്തിൽ പണം ചെലവഴിക്കുക, ഹറാമായ മാർഗത്തിൽ പണം ചെലവഴിക്കുക. എത്ര ചെറുതാണെങ്കിലും അത് ചെലവഴിക്കപ്പെടാൻ പാടില്ല. സംഖ്യ എത്ര എന്നല്ല, അത് ചെലവഴിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നതിലാണ്, ഇസ്ലാം അനുവദിച്ചതാണോ അല്ലയോ എന്ന കാര്യത്തിലാണ് അത് വേർതിരിയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ല തഫ്സീറിലെ അതികായനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ അൻഫഖ ഇൻസാനുൻ മാലഹു കുല്ലഹു ഫിൽ ഹഖ്, സത്യത്തിന് വേണ്ടി, ഹക്കിന്, ആവശ്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചാലും ലം യകുൻ മുബദ്ദിറൻ, അത് ദുർവ്യയമായി മാറുകയില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസൻ നഫഖത്തു ഫീ സബീലില്ലാഹി സർഫൻ വല്ലാഹു അലം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പണം ഒരിക്കലും അത് അമിതവ്യയമാവുകയില്ല എന്നാണ്. അപ്പോൾ ഹക്കിൻ്റെ വിഷയത്തിൽ ചെലവഴിക്കുന്ന ഒരു പണവും അതെന്തല്ല, അത് ദുർവ്യയമല്ല, അമിതവ്യയമല്ല. മറിച്ച് വലൗ അൻഫഖ മുദ്ദൻ ഫീ ഗൈരി ഹക്കിഹി കാന തബ്ദീറ, ഒരു മുദ്ദ് ഒരാൾ ഹക്കിലല്ലാതെ ചെലവഴിച്ചാൽ അത് ഏത് വിഷയത്തിലാണ് പെടുക, അത് തബ്ദീറാകുമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ സമ്പത്ത് ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ലാത്ത മാർഗത്തിൽ ഒരു അണ പൈസ പോലും ചെലവഴിക്കാതിരിക്കണം. അതാണ് ദുർവ്യയം. അത് ഇസ്ലാം പാടെ നിഷേധിച്ചതാണ്. എന്നാൽ എന്താണ് ഇസ്റാഫ്, ധൂർത്ത്? ധൂർത്ത് എന്ന് പറയുന്നത് തീർത്തും ആപേക്ഷികമായി മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. സംഖ്യയല്ല അവിടെ ധൂർത്തിനെ നിർണ്ണയിക്കുന്ന ഘടകം, മറിച്ച് ആവശ്യത്തിൽ കവിഞ്ഞുകൊണ്ട് ചിലവഴിക്കലാണ്. അങ്ങനെ പറയുമ്പോഴും സമ്പത്ത് കൈവശമുള്ളവരും ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ത്വാക്കത്തുണ്ടെങ്കിൽ, നമുക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അത് പ്രകടമാക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി, അള്ളാഹു അവൻ്റെ അടിമക്ക് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ അവനിൽ കാണുന്നത് റബ്ബിന് ഇഷ്ടമാണ്. വസ്ത്രമായും വാഹനമായും ഭക്ഷണമായും വീടായുമൊക്കെ അള്ളാഹു തന്ന നിഅമത്തുകൾ, അത് സമ്പത്തായി നമുക്ക് ലഭിച്ച നിഅമത്ത് പ്രകടമാക്കുന്നത് അതൊരിക്കലും ധൂർത്തായി വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. ഖുർആൻ തന്നെ ചോദിക്കുന്ന ചോദ്യം, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്, ഉപജീവനത്തിൽ നിന്ന് ത്വയ്യിബായ കാര്യങ്ങൾ, അതുപോലെ തന്നെ സീനത്തായ കാര്യങ്ങൾ, അവൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ സംവിധാനിച്ച സീനത്തായ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ, അതാരാണ് ഹറാമാക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ അത് പ്രകടമാക്കുക എന്നത് ഇസ്ലാമിൽ ഒരിക്കലും എന്തല്ല, തെറ്റല്ല. എന്നാൽ എപ്പോഴാണ്
ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാടില്ലാത്തതാകുന്നത് എന്ന് ചോദിച്ചാൽ ആവശ്യത്തിൽ കവിഞ്ഞ് ചിലവഴിക്കലാണ്. സമ്പത്ത്, ഇല്ലാത്ത സമ്പത്ത് പ്രൗഢി കാണിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു. ആവശ്യത്തിലും അധികം പണം പല കാര്യങ്ങളിലും ചിലവഴിക്കുന്നു. ഇതൊക്കെയാണ് ഇസ്ലാം വളരെ കർശനമായ ഭാഷയിൽ നമ്മളോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആപേക്ഷികമായി മാത്രം വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങളിൽ നിന്നുണ്ടാകുന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് വെറുപ്പാണ്, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് കീൽ വക്കാൽ, കേട്ടതും കണ്ടതുമൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം. രണ്ടാമത്തേത് ഇളാഅത്തുൽ മാൽ, പണം അത് വെറുതെ കളയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവഴിച്ച് പണം വെറുതെ കളയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വകസറത്തു സുആൽ, മൂന്നാമത്തെ കാര്യം അത് ധാരാളമായ ചോദ്യങ്ങളാണ്. വെറുതെ അനാവശ്യമായി മതത്തിൻ്റെ വിഷയത്തിൽ ഫത്വ ചോദിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ നിലക്കുള്ള ഇസ്രാഫ് കാണിക്കൽ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വലാ തുസ്രിഫു, നിങ്ങളങ്ങനെ അമിത വ്യയം കാണിക്കരുത്, ദൂർത്ത് കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെ ദൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലായാലും വസ്ത്രമായാലും വീടായാലും ഒക്കെ ഈ രൂപത്തിലുള്ള സൂക്ഷ്മത കാണിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണിക്കണം. അപ്പോൾ രണ്ടിൻ്റെയും മധ്യയാണ് വിശ്വാസികളുടെ നിലപാട്. അവർ ദൂർത്ത് കാണിക്കുകയില്ല, അതുപോലെ തന്നെ പിശുക്കും കാണിക്കുകയില്ല. പിശുക്കൊരു മനുഷ്യരെ സംബന്ധിച്ച് അവനിൽ വരാനുള്ള കാരണങ്ങൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്ന് പിശുക്ക് കടന്നു വരിക ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ശുഹ്ഹുൻ വ ഈമാനുൻ ഫി ഖൽബി റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാനും അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള ഈ ഒരു കുരുക്കും അത് കുടുസതയും അതൊന്നിച്ചു വരികയില്ല. അപ്പോൾ അതൊരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന സ്വഭാവമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിശാചിൻ്റെ ദുർബോധനത്തിൽപ്പെട്ട് ഈ രൂപത്തിൽ പിശുക്ക് അർഹിക്കുന്നത് ചിലവഴിക്കാതിരിക്കാനും പാടില്ല. എന്നാൽ ആവശ്യത്തിലേറെ ചിലവഴിച്ച് സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാനും പാടില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന് രണ്ടിനുമിടയിൽ നേരാംവണ്ണം സമ്പത്ത് സമ്പാദിക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് ഇബാദുർ റഹ്മാനിൻ്റെ സവിശേഷ ഗുണങ്ങളിൽ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ആ രൂപത്തിൽ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനെ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.